ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ വേണ്ടി മറക്കരുത്. അപ്പൊ നേരെ നാളത്തെ വിശേഷത്തിലേക്ക് പോകാം. പഠിച്ച പണി 18 നോക്കിയിട്ട് നമ്മുടെ സച്ചിയുടെ രോമത്തിൽ പോലും തൊടാൻ പറ്റുന്നില്ല. നമ്മുടെ മഹിമയ്ക്കും അതുപോലെ തന്നെ ശ്രുതിക്കും മീരയ്ക്കും ഉടുപ്പിച്ച് കിടത്താനൊക്കെ ശ്രമിക്കുകയാണ്. എവിടെ നിന്ന് നമ്മുടെ സച്ചി ഈ ലാസ്റ്റ് നിമിഷത്തിലൊന്ന് കൈവിട്ട് പോകുന്നുണ്ട്. എങ്കിലും അവിടെ നിന്ന് നമ്മുടെ രേവതി സച്ചിനെ രക്ഷിച്ചുകൊണ്ട് വരികയാണ്. നമ്മുടെ സച്ചി രേവതിനെ കൊണ്ടുവന്ന് കല്യാണ മണ്ഡപത്തിലേക്ക് അതേപടി ഇരുത്താണ്. ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ ശ്രുതിയുടെ ആ ഒരു താലിമാറ്റൽ ചടങ്ങും കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഇനി ബാക്കി ഭാഗമാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. എന്തെങ്കിലും ഒന്ന് ചെയ്തല്ലേ പറ്റൂ. മഹിമയാണെങ്കിൽ മറ്റേ 2 പേരുണ്ടല്ലോ, നമ്മുടെ മഹിമ ഇറക്കി അവരെ ഭീഷണിപ്പെടുത്താണ്. നിങ്ങൾ എന്തിനാണ് വിളിച്ചു വരുത്തിയത്? നിങ്ങൾ വിളിച്ചു വരുത്തിയത് അവരെ അവനെ ഇവിടെ ഇട്ട് തല്ലി അവന് ദേഷ്യം വരുത്തിപ്പിക്കാൻ വേണ്ടിയാ. എന്നിട്ട് അവന്റെ രോമത്തിൽ പോലും തൊടാൻ പറ്റിയില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് പീറയായി പോയല്ലോ. നിങ്ങൾക്ക് പകരം ഞാൻ വേറെ ആരെങ്കിലും വിളിച്ചിരുന്നെങ്കിൽ ഇപ്പൊ അവര് പണി ചെയ്തേനെ. ഇതിപ്പം ചുമ്മാ നിങ്ങൾക്ക് പൈസയും തരേണ്ട അവസ്ഥ എനിക്ക്. അതെ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. പൈസ കൈ നീട്ടി മേടിച്ചതാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പറയുന്നത് പോലെ തന്നെ ചെയ്തിരിക്കണം. അവൻ നിങ്ങൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് തന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിരിക്കണം. അത് പിന്നെ മേഡം ഞങ്ങൾ എന്ത് ചെയ്യാനാ? അയാളെ ആവുന്നത് ഞങ്ങൾ ശല്യം ചെയ്ത. അയാൾ ചിരിച്ചുകൊണ്ടല്ലാതെ ഒരു മറുപടിയും തന്നിട്ടില്ല. ഭാര്യ അങ്ങാട്ട് കുറച്ച് ദേഷ്യപ്പെട്ടു, അല്ലാതെ അയാൾ ഇതുവരെ കമാന്നൊരു അക്ഷരം മിണ്ടി ദേഷ്യപ്പെട്ടിട്ടില്ല. ഞങ്ങൾ പഠിച്ച പണി 18 നോക്കിയതാ. അയാൾ എന്തോ കരുതി കൂട്ടി തന്നെയാന്നാ തോന്നുന്നത്. പിന്നെ ഇനി ഞങ്ങളുടെ കയ്യില് വേറൊരു പരിപാടിയുണ്ട്. എന്ത് പരിപാടിയാ ഇനി നിങ്ങളുടെ കയ്യിലുള്ളത്? അത് പിന്നെ ഇനി അവർക്ക് നമുക്ക് സദ്യ കൊടുക്കാം. സദ്യ കൊടുക്കാനോ? സദ്യ കൊടുക്കാനല്ല ഞാൻ പറഞ്ഞത്. അവന്മാര് ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിപ്പിക്കാനാ പറഞ്ഞത്. അപ്പം സച്ചിനെ സദ്യ കൊടുത്ത് ഊട്ടി ഉറക്കാനൊന്നും അല്ല. അത് പിന്നെ മേഡം, ഞാൻ പറയുന്നൊന്ന് കേക്ക്. മേഡത്തിന് കാര്യം വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ല. അവനെ നമുക്ക് ഫിസിക്കലി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മെന്റലി അവനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. മെന്റലി എന്ന് നിങ്ങൾ ഉദ്ദേശിച്ചത്? അതെ, നമുക്ക് അവനെ മാനസികമായിട്ട് അങ്ങ് തളർത്താം. പിന്നെ ഈ പറയുന്ന രവീന്ദ്രൻ എന്ന് പറയുന്ന അയാളല്ലേ അവന്റെ അച്ഛൻ. അവന്റെ അവനിട്ട് ഒരു 8ന്റെ പണി കൊടുക്കാം. അല്ല, നിങ്ങൾ എന്താ ഈ പണിന്ന് ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. കുറച്ച് സദ്യ വിളമ്പി കൊടുത്ത് സ്വീകരിക്കുന്നതാണോ പണി? ഏയ്, അതൊന്നും അല്ല മേഡം, അതൊന്നും അല്ല. ദേ, ഇവർക്ക് നമ്മൾ സദ്യ വിളമ്പി കൊടുക്കും. സദ്യ വിളമ്പി കൊടുക്കുമ്പോഴത്തേക്കും അതിനെ ഇടയ്ക്ക് 2-3 VIP വന്നു. അതുകൊണ്ട് അവരോട് എണീറ്റ് മാറണം എന്ന് നമുക്ക് പറയണം. അതപ്പം അവരെ ഹരാസ്മെന്റ് ചെയ്യുന്ന പോലെയാണല്ലോ. അതവരെ മാനസികമായിട്ട് തളർത്താൻ പറ്റൂലോ. ഈ പറയുന്ന സച്ചിക്ക്, ഈ പറയുന്ന നമ്മുടെ സച്ചിയുടെ അച്ഛനോട് ഭയങ്കര ഇഷ്ടവും ബഹുമാനവും ഒക്കെ ഉള്ളതല്ലേ. അപ്പൊ പിന്നെ ഇത് തന്നെയാണ് നമുക്ക് കളിക്കാൻ പറ്റിയ നല്ലൊരു കളി. ഈ കളിയില് സച്ചി വീണിരിക്കുന്നു, നോക്കിക്കോ എന്ന് പറഞ്ഞപ്പോ ഏതായാലും ഇത് കൊള്ളാം, ഇത് ചിലപ്പോ ഏക്കുന്ന തോന്നുന്നത്, എങ്കിൽ പിന്നെ എല്ലാം ശരിയാക്കിക്കോളാൻ പറഞ്ഞു. ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് എന്നിട്ടും ഇതുവരെ ശ്രുതിയുടെ അച്ഛൻ, മലേഷ്യയിലെ അച്ഛൻ ഇതുവരെ എത്തിയിട്ടില്ല. നമ്മുടെ ശ്രുതിയാണെ പുറകെ നടന്ന് ചോദിക്കാം, എന്താ ശ്രുതി നിന്റെ അച്ഛൻ വരാത്തത്? എന്റെ പൊന്നു ശ്രുതി, നീ എന്നെ ഒന്ന് വെറുതെ വിട്. എങ്കിൽ പിന്നെ ബാ, നമുക്ക് സദ്യ കഴിക്കാം. സദ്യ കോപ്പ്, ഒരു സദ്യ കഴിക്കാനും ഞാനില്ല. അല്ല, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് ശ്രുതിക്ക് വിശക്കുന്നുണ്ട്, ശ്രുതി പോയി കഴിക്കുക. അല്ലാതെ എന്റെ പുറകെ നടന്ന് ഇങ്ങനെ ശല്യം ചെയ്യരുത് കേട്ടോ എന്നും പറഞ്ഞ് ഒരൊറ്റ പേടിപ്പീര്. ശ്രുതി സത്യം പറഞ്ഞ അവിടെ നിന്ന് പേടിച്ച് മുള്ളിയോ എന്നൊരു സംശയമുണ്ട്. അതുപോലെ ആയിപ്പോയി. അപ്പോഴേക്ക് ശ്രുതി മനസ്സിൽ വിചാരിക്കും, ഇവിടെ എന്തിനാ ഇങ്ങനെയൊക്കെ ദേഷ്യപ്പെടുന്നത്? ഇതെന്താ ഇവക്ക് പറ്റിയത്? അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര വന്നിട്ട്, എന്താടാ നീ ഇവിടെ മിണുങ്ങസ്യാന്ന് പറഞ്ഞ് നിൽക്കുന്നത്? അത് പിന്നെ ശ്രുതി എന്നോട് വെറുതെ ദേഷ്യപ്പെടും അമ്മേ. എനിക്കറിയില്ല എന്താ ശ്രുതിക്ക് പറ്റിയെന്ന്. അവക്ക് എന്താ പറ്റിയെന്ന് ഞാൻ നന്നായിട്ട് പറഞ്ഞു തരാം. അവക്ക് പറ്റിയില്ലെങ്കിൽ ഞാൻ അവളെ പറ്റിപ്പിക്കാൻ വേണ്ടി തന്നെ ഇവിടെ ഇരിക്കുന്നത്. അവള് കുറെ അച്ഛനും അമ്മയും കൊച്ചച്ഛനും കൊച്ചമ്മയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്തിയേ? അവളുടെ ആൾക്കാർ ഇതുവരെ വന്നില്ലല്ലോ. മനുഷ്യരുടെ ഓരോരോ ചോദ്യത്തിന് മുമ്പിലെ ഞാനിവിടെ ഉരുകിയാ നിൽക്കുന്നത്. ശ്രുതി, നിനക്കതറിയില്ല. മലേഷ്യയിൽ നിന്ന് ഇന്ന് നിന്റെ അമ്മായിയപ്പൻ വരും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരുടെ അടുത്തും എന്തൊക്കെയാണോ പറഞ്ഞത്. ആ മഹിമയോടൊക്കെ ഞാൻ പറഞ്ഞത്, ഇവളുടെ നിന്റെ അമ്മായിയച്ഛൻ വരുമ്പോ കണക്കിന് പൈസയും അതുപോലെ സ്വർണവും ഒക്കെ കൊണ്ടിടുന്ന. അവരുടെ മുമ്പിലൊക്കെ ഞാൻ തല ഉയർത്തി എങ്ങനെ നിൽക്കും? തോലി അങ്ങോട്ട് ഉരിഞ്ഞു പോവാ. അതൊന്നും പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ലല്ലോ. അതൊന്നും പറഞ്ഞാൽ ആരുടെയും തലേ കയറില്ലല്ലോ. രവിയേട്ടനെയും കാണുന്നില്ല, എന്തി അങ്ങേര് എന്ന് പറഞ്ഞ് നേരെ രവീന്ദ്രന്റെ അടുത്തില്ല. രവീന്ദ്രന്റെ അടുത്ത് തുള്ളിക്കോട്ടാട്ടോ ചെല്ലുന്നത്. നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കുവാണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും പിന്നെ ഞാൻ എവിടെയാ നിൽക്കണം? നിന്റെ തലേ കയറി നിൽക്കണം. എന്താ ചന്ദ്ര ഇത്? അതെ, അവളുടെ അച്ഛൻ ഇതുവരെ വന്നില്ല, നിങ്ങൾ അറിഞ്ഞില്ലേ? അവളുടെ അച്ഛൻ വന്നില്ല. അവളുടെ അച്ഛൻ വരട്ടെ, എപ്പോഴാണെന്ന് വെച്ചാൽ വരട്ടെ. അപ്പൊ വീണ്ടും നമ്മുടെ അശോകൻ ഒന്ന് ആക്കുകയാണ് കേട്ടോ ചന്ദ്രനെ. എങ്കിലും ചന്ദ്രേ, നിന്റെ മരുമകളുടെ അച്ഛനെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു ഞങ്ങള്. ഒരു മലേഷ്യക്കാരനെ ഇതുവരെ ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ലേ. എന്നിട്ട് എന്താ പറ്റിയത്? അല്ല ചന്ദ്രേ, ഇന്നങ്ങടെ അയാൾ വരുവോ?
എന്റെ പൊന്ന് രവിയേട്ടാ, ഇയാളോടൊക്കെ ഒന്ന് മിണ്ടാതിരിക്കാൻ പറ. എനിക്ക് തലയ്ക്ക് ഭ്രാന്ത് കയറി ഇരിക്കുക. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുതെന്ന് പറഞ്ഞ് അങ്ങ് പോയി. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, എന്റെ ഭാര്യയുടെ തലയ്ക്ക് ഭ്രാന്ത് കയറിയിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ അശോക? അവളെ ഒരുപാട് പ്രതീക്ഷിച്ചായിരുന്നു. ഇന്ന് വരും, അവളുടെ അച്ഛൻ കൈ നിറയെ സ്വർണം കൊണ്ടുവരും, അതുപോലെ ബിസിനസ് ഇട്ടുകൊടുക്കും. ആ, അതൊന്നും നടന്നില്ലല്ലോ, അതിന്റെ വിഷമ. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, ഈ പറയുന്ന സുധിയുടെ അച്ഛൻ വരുമോ രവി എന്നിങ്ങനെ ചോദിക്കാണ് നമ്മുടെ അശോകൻ. അപ്പം പറഞ്ഞു, അത് പിന്നെ എനിക്കറിയില്ല അശോക, ഏതായാലും വരുമായിരിക്കും. വരണമല്ലോ, അച്ഛനുണ്ടല്ലോ, മലേഷ്യയിലാണല്ലോ. പിന്നെ കൊച്ചച്ഛനോ ഇളയച്ഛനോ എന്ന് പറഞ്ഞ ഒരാൾ വന്നായിരുന്നു. അപ്പം ഇതും വരാതിരിക്കത്തില്ലല്ലോ. എന്തെങ്കിലും ആട്ടെ, ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ. അവള് കണ്ടുപിടിച്ച മരുമകള്, അവള് കണ്ടുപിടിച്ച കല്യാണം, അതൊന്നും നമുക്കിനി മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇനിയിപ്പോ കല്യാണമൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പൊ അച്ഛൻ വരുമോ വരാതിരിക്കോ. പിന്നെ അച്ഛനൊക്കെ വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ല കാര്യം തന്നെയാ. അവൾക്ക് കൂടപ്പിറപ്പും അവൾക്ക് ബന്ധങ്ങളൊക്കെ ഉണ്ടെന്ന് വേണ്ടത് നല്ലതല്ലേ. നമ്മളൊക്കെ എത്ര നാള് ജീവിക്കും, അവർക്കൊക്കെ ബന്ധുക്കളായിട്ട് ആൾക്കാരൊക്കെ വേണമല്ലോ. പിന്നെ എനിക്കറിയില്ല അശോക, ഞാനല്ലല്ലോ ഇവിടെയൊക്കെ നിയന്ത്രിക്കണമെന്ന്. ഇവള് പറയുന്നു, അതേപടി അനുസരിക്കുന്നു. ഇവള് എന്തെങ്കിലും ചെയ്യുന്നു, അത് കണ്ടുകൊണ്ട് നിൽക്കുന്നു. ഇത് കണ്ടില്ലേ, ഇപ്പൊ ഈ ഒരു താലിമാറ്റൽ ചടങ്ങ് തന്നെ അവളുടെ എന്തോ നിർബന്ധമൊക്കെ തന്നെയാ. പിന്നെ ഞാൻ വേണ്ടെന്നങ്ങ് വെക്കാതിരുന്നതാ. പിന്നെ അറിയാലോ സച്ചിയുടെ കാര്യം, അവനിപ്പോ അടങ്ങി ഒതുങ്ങി ഇരിക്കുന്നത് തന്നെ ഞാൻ പറഞ്ഞതുകൊണ്ടാ. പിന്നെ രേവതിയും എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോഴത്തേക്കാണ് നമ്മുടെ സച്ചിനെ കൊണ്ടുവന്നോട്ടോ. രേവതി പോയി അവിടെ മാറി നിന്ന് കള്ളു കുടിക്കാനൊക്കെ തുടങ്ങിയതായിരുന്നു. അപ്പൊ സച്ചിനെ വിളിച്ചോണ്ട് വന്നിട്ട്, സച്ചേട്ടൻ ഇനി ഇവിടെ ഇരുന്നാൽ മതി, ഇനിയിപ്പൊ അങ്ങോട്ടേക്കൊന്നും പോകരുതെന്നൊക്കെ പറഞ്ഞു. ഈ സമയത്താണ് ഭക്ഷണങ്ങളും കാര്യങ്ങളും ഒക്കെ തയ്യാറായി വരുന്നത്. അപ്പൊ എല്ലാവരോടും ഇങ്ങനെ ഇരിക്കാൻ പറയാണ് വന്ന്. അപ്പം ചെറുക്കന്റെ വീട്ടുകാരെയാണല്ലോ ഫസ്റ്റ് പിടിച്ചൊക്കെ ഇരുത്തേണ്ടത്. അപ്പൊ എല്ലാവരും ഇങ്ങനെ പിടിച്ചിരുത്താണ്. അപ്പൊ ഈ രണ്ടവന്മാര് മാറി നിന്നിട്ട് സച്ചിനെയും അതുപോലെ തന്നെ നമ്മുടെ രവീന്ദ്രനെയും ഉന്നം വെച്ചിട്ട്, ബാ 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 സാറേ ബാ, നിങ്ങൾ വന്ന് ഇവിടെ ഇരുന്നേ, നിങ്ങളല്ലേ ഇവിടുത്തെ ആൾക്കാരെ, ബാ നിങ്ങൾ ഇവിടെ ഇരിക്കുക എന്നിങ്ങനെ പറയാ. അപ്പൊ അശോകനും പറഞ്ഞു, നമുക്കിപ്പോ ഇരിക്കണം, നമുക്ക് പിന്നെ ഇരിക്കാന്ന് പറഞ്ഞപ്പോ രവീന്ദ്രൻ പറഞ്ഞു, ഞങ്ങൾ പിന്നെ ഇരുന്നോളാന്ന് പറഞ്ഞിട്ട് ഇവന്മാര് കേൾക്കുന്നില്ല. അപ്പൊ സച്ചു പറഞ്ഞു, നമ്മൾ എല്ലാത്തിനും വെയിറ്റ് ചെയ്തിരിക്കുന്നത്, ഇനി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, ബാ അച്ഛാ നമുക്ക് ഇരിക്കാന്ന് പറഞ്ഞ് ഇവരങ്ങ് കയറി ഇരുന്നു കേട്ടോ. ഇവരങ്ങ് കയറി ഇരുന്നു. അങ്ങ് ഭക്ഷണമൊക്കെ വരാറായപ്പോഴത്തേക്കാണ് രണ്ടു മൂന്ന് കുഞ്ഞു പിള്ളേർ ആ വഴി വരുന്നത്. അപ്പൊ സ്ഥലമൊന്നുമില്ല. അപ്പൊ ഈ കുഞ്ഞു പിള്ളേരെ കണ്ടത് എന്ത് ചെയ്തു നമ്മുടെ രവീന്ദ്രൻ, അതേ സച്ചി നമുക്ക് പിന്നെ ഇരിക്കാം, ഇപ്പോഴേ ഈ കുട്ടികൾ അങ്ങ് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ കുട്ടികളെ പിടിച്ചിരുത്തി. ഇവന്മാര് സെറ്റ് ചെയ്തതെല്ലാം വീണ്ടും കുളമായി പോയി. ഇവന്മാര് സത്യം പറഞ്ഞ ഓർത്തത് ചോറിട്ട് കഴിയുമ്പോൾ അവിടെ നിന്ന് എണീപ്പിച്ച് വിടാം, അപ്പൊ ഇവർക്ക് ദേഷ്യം വരും എന്നാണ് വിചാരിച്ചത്. ചോറിട്ട് കഴിഞ്ഞപ്പോ നമ്മുടെ രവീന്ദ്രനും സച്ചിയും തന്നെ എണീറ്റ് പോയിട്ടുണ്ട്. നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, സച്ചിയോട് പറഞ്ഞു, അതേ ആദ്യം നമ്മൾ ഉണ്ണികൾക്കാ ഇതൊക്കെ കൊടുക്കേണ്ടത്. ഉണ്ണികൾക്ക് ആദ്യം ഭക്ഷണം കൊടുക്കണം, അതാണ് എല്ലായിടത്തും ചെയ്യുന്നത്. ഈ കല്യാണങ്ങൾക്കൊക്കെ അങ്ങനെയാന്നേ ചെയ്യേണ്ടത്, അല്ലാതെ VIP-കൾക്കോ ചെറുക്കൻ വീട്ടുകാർക്കോ പെൺവീട്ടുകാർക്കോ ഒന്നുമല്ല. ഏതേ ഈ കുഞ്ഞി പിള്ളേരുണ്ടല്ലോ, അവർക്ക് കഴിക്കാൻ കൊടുക്കുന്നതിൽ കൂടുതൽ പുണ്യം നമുക്ക് വേറെ ഒന്നുമില്ല. അപ്പൊ സച്ചി പറഞ്ഞു, എങ്കിൽ പിന്നെ ശരി അച്ഛാ, എണീക്കാം. അങ്ങനെ രവീന്ദ്രനും അശോകനും ഒക്കെ എണീറ്റ് പോയപ്പോഴത്തേക്ക് ഇവന്മാര് മിളങ്ങസ്യാന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഇവന്മാര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇനി എന്താ ചെയ്യാന്ന് പറഞ്ഞിരിക്കുക. അപ്പൊ പെട്ടെന്ന് നമ്മുടെ മഹിമ വന്നിട്ട് ചോദിച്ചു, അല്ല എന്തായി, അവരെ അപമാനിക്കാന്ന് പറഞ്ഞിട്ട് അപമാനിച്ചോ? അത് പിന്നെ മേഡം എന്ത് പറയാനാ, അതും ചളവായി പോയി. നിങ്ങളെ കൊണ്ട് സത്യം പറഞ്ഞാൽ ഒന്നിനും പറ്റില്ല, കഴിവേ ഇല്ല എന്ന് പറയുന്നതല്ലേ നല്ലത്. നിങ്ങളെ വെറുതെ വിളിച്ചു വരുത്തിയിട്ട് നിങ്ങള് ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല. അത് തന്നെ അവന്മാരുടെ രോമത്തിൽ പോലും തൊടാൻ പറ്റാതെ നിങ്ങൾ എന്താണ് നിങ്ങളെ കൊട്ടേഷൻ മേടിച്ച് ഗുണ്ടകളാന്ന് പറഞ്ഞ് നടക്കുന്നത് എന്നും പറഞ്ഞ് നമ്മുടെ മഹിമ അങ്ങ് പോയി കേട്ടോ. ഈ സമയമാണെങ്കിലോ നമ്മുടെ രവീന്ദ്രനും അതുപോലെ സച്ചിയും അശോകനും ഒക്കെ മാറിയിരിക്കുകയാണ്. ആ കുട്ടികൾക്കൊക്കെ വിളമ്പി കൊടുക്കുന്നു. ബാക്കിയുള്ളവർക്കൊക്കെ നമ്മുടെ സച്ചിയൊക്കെ എല്ലാവരും കൂടെ ചേർന്ന് വിളമ്പിയൊക്കെ കൊടുക്കുകയാണ്. അപ്പൊ അവരിങ്ങനെ അവിടുത്തെ ആളായിട്ട് നിന്ന് വിളമ്പിയൊക്കെ കൊടുക്കുകയാണ്. ഇനിയിപ്പൊ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ മഹിമയ്ക്ക്. അപ്പോഴത്തേക്കും മഹിമയുടെ കെട്ടിയോ വന്നിട്ട് പറഞ്ഞു, കണ്ടില്ലേ, നീ ഏതാണ്ട് വലിയ ഭൂകമ്പം ഉണ്ടാക്കും, ഇവിടത്തെ പ്രശ്നമാകും, താലിം മാറ്റൽ ചടങ്ങ് നടക്കില്ല, നിന്റെ മരുമകനെയും മകളെയും കൂട്ടിക്കൊണ്ട് പോന്ന് പറഞ്ഞിട്ട് എന്തായി മഹിമേ, ഇത് വല്ലത് നടന്നോ? പോയിട്ട് എന്നൊരു വർത്താനം പോലും പറയാൻ പറ്റിയില്ലോ നിനക്ക്. ഇതാ ഞാൻ പറയുന്നത്. അല്ല, വല്ല കാര്യം ഉണ്ടായിരുന്നു ഇതിന്റെയൊക്കെ? ചുമ്മാ വെറുതെ കുറെ പൈസ കൊണ്ടുണ്ടാക്കി കളഞ്ഞതല്ലാതെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ മഹിമേന്ന് ചോദിച്ചപ്പം, അത് പിന്നെ ഏട്ടാ നിക്കുക, നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. ഇനി എന്ത് വഴി ഉണ്ടാക്കാനാ, ഇനി ഏത് വഴി ഉണ്ടാക്കാനാ? വല്ല കുറുക്കുവഴി നിന്റെ കയ്യിലുണ്ടോ? എന്റെ പൊന്നു മഹിമേ, വേറെ പണിയില്ല, ഓരോന്ന് ചെയ്തു വെച്ചിട്ട് ഇപ്പൊ മനുഷ്യനെ ഓർത്തിരുന്നൊന്നും നടക്കുന്നുമില്ല. നോക്കിക്കേ, ഇപ്പൊ ആരാ മിടുക്കന്മാരായത്? സച്ചിയുടെ കുടുംബം, അതായത് രവീന്ദ്രന്റെ കുടുംബവും മിടുക്കന്മാരായി. നമ്മൾ എന്തായി? ഇതിനെ കൊണ്ട് വല്ലതും പറ്റുമായിരുന്നോ? എന്നിട്ട് വീരവാദം അടിച്ചപ്പോ ഓർക്കണമായിരുന്നു. വെറുതെ ഓരോ വേഷം കെട്ടലുമായിട്ട് എല്ലാവരുടെയും മുമ്പിൽ എന്നെ നാണം കെടുത്താനായിട്ടെന്ന് പറഞ്ഞുകൊണ്ട്
നമ്മുടെ മധുസൂദൻ അങ്ങ് പുറകുറാന്ന് പുറകുറത്തോണ്ട് അങ്ങ് പോവാണ്. ഈ സമയത്ത് നമ്മുടെ രേവതി നോക്കുമ്പോഴത്തേക്കും സച്ചിയൊക്കെ എല്ലാവരുമായിട്ട് നന്നായിട്ട് ഇടപെടുന്നു, അതുപോലെ ഭക്ഷണം വിളമ്പി കൊടുക്കുന്നു. അപ്പൊ ഭയങ്കര സന്തോഷാട്ടോ നമ്മുടെ രേവതിക്ക് ഇതൊക്കെ കണ്ട് ഭയങ്കര സന്തോഷമാവുകയാണ്. എന്നിട്ട് രേവതിനെ വിളിച്ചോണ്ട് പോയി നമ്മുടെ ശ്രീകാന്ത് വർഷയും കൂടെ ചേർന്ന് ഫോട്ടോ എടുക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കാണ്. ഇതിന്റെ ഇടയിൽ വീണ്ടും പട എന്ന് പറഞ്ഞ ചങ്കിടിപ്പോട് കൂടി ഇരിക്കുകയാണ്. നമ്മുടെ സച്ചിനെ കുടിപ്പിക്കാനും കഴിഞ്ഞില്ല. അപ്പൊ ഏതായാലും ദാമു വന്നു പൈസ മേടിക്കാനായിട്ട്. ഏതായാലും അനങ്ങുന്നു തോന്നുന്നില്ല എന്റെ പൊന്നു പെങ്ങളെ. ഞാന് പരമാവധി ശ്രമിച്ചു നോക്കി, എന്റെ അങ്ങേയറ്റം വരെ ശ്രമിച്ചു നോക്കി. ഒരു മുഴുകുടിയനാണെങ്കിൽ സത്യം പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കാണുമ്പോ അങ്ങ് പ്രലോഭിപ്പിച്ച് അങ്ങ് കുടിപ്പിക്കായിരുന്നു നമുക്ക്. ഇതിപ്പോ നിങ്ങൾ പറഞ്ഞു ഭയങ്കര കുടിയനാണെന്ന്, എന്നിട്ട് അയാൾ ഇതൊന്നും കണ്ടിട്ട് ഒരു കൂസലും ഇല്ലല്ലോ. എന്തോന്ന് തേങ്ങയാ നിങ്ങളൊക്കെ പറഞ്ഞത്. ദേ എന്റെ പൈസ ഇങ്ങെടുക്ക. എത്ര പൈസ എനിക്ക് പോയെന്നറിയാമോ? വണ്ടി തറ ഇരിക്കുക ഒരു ബിവറേജ് കൊള്ളുന്ന എത്ര സാധനങ്ങള്. ഓഹോ, അല്ല ദാമുവിനോട് ഞാൻ പറഞ്ഞു ഒരു ബിവറേജ് കൊള്ളുന്ന എത്ര സാധനം മേടിച്ചോണ്ട് വരാനില്ലല്ലോ. പറഞ്ഞ ജോലി നന്നായിട്ട് ചെയ്തതുമില്ല, എന്നിട്ട് ഇപ്പൊ പൈസയും എടുത്തു തരണം എന്ന് പറഞ്ഞാലേ അത് എവിടെ തന്നെ ആയവാ. അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. കുറച്ച് പൈസ തന്നായിരുന്നല്ലോ, അത് മതി, ഇനി പൈസ ഞാൻ തരത്തില്ല. ഓഹോ, അത്രയ്ക്കായോ? ഈ ദാമുനെ പറ്റിക്കാന്ന് നിങ്ങൾ വിചാരിക്കൊന്നും വേണ്ട. ഞാൻ ദേ ഇപ്പൊ തന്നെ ഇവിടെ എല്ലാരോടും പറയും നിങ്ങൾ എന്നെ പ്ലാൻ ചെയ്ത് ഇറക്കിയതാന്ന്. പോയി പറയ, ധൈര്യം ഉണ്ടേ പോയി പറയ. അതെ, നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല ഈ സച്ചി ഒന്നും. ദേ ദാമു, നീ ഈ കാര്യങ്ങളൊക്കെ പോയി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്കിട്ട് തന്നെയാ കിട്ടാൻ പോകുന്നത്. അത് നിനക്ക് അറിയത്തില്ലാഞ്ഞിട്ടാ. ഇവരുടെയൊക്കെ തനി സ്വഭാവം അറിയണമെങ്കിലേ ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് എടുത്ത് നോക്കിയാൽ മതി. ഈ സച്ചി എന്ന് പറയുന്ന ആൾ ആരാന്നാ നിന്റെ വിചാരം? തനി ഗുണ്ടയാ ഗുണ്ട. അവനൊന്ന് ഇടിച്ചാലുണ്ടല്ലോ നീ തെറിച്ചു പോകും അങ്ങ്. എന്നിട്ട് നീ കൂടുതൽ വീരവാദം മുഴക്കരുതേ. നിനക്ക് പൈസ തന്നല്ലോ, ന്യായത്തിനുള്ള പൈസ നിനക്ക് തന്നിട്ടുണ്ട്, അത് മതി. പിന്നെ അവനെ കുടിപ്പിച്ച് പ്രശ്നം ഉണ്ടാക്കുമായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ കുറച്ച് പൈസയും കൂടെ കൂടുതൽ തന്നെയാണ്. ഇതിപ്പോ നിന്നെ വിളിച്ചോണ്ട് വന്നിട്ട് ഞങ്ങൾക്ക് ഒരു ഉപകാരം ഉണ്ടായില്ല, പൈസയും കൂടെ തരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെ തന്നെ ആയോ പോ എന്ന് പറഞ്ഞ് നമ്മുടെ ദാമുവിനെ മീര പറഞ്ഞു ഓട്ടി. പിന്നെ മീരയ്ക്ക് നല്ല വാക്ചാതുര്യം ഉണ്ടല്ലോ, മീര ആള് മിടിക്കുകയാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ മീര മാറിയ കാര്യം നിങ്ങളൊക്കെ അറിഞ്ഞായിരുന്നല്ലോ. ഞാൻ നമ്മുടെ വീഡിയോയിൽ പറയാൻ മറന്നുപോയി. നമ്മുടെ പഴയ മീരയല്ല, ഇപ്പം പുതിയൊരു കുട്ടി വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ശ്രുതി വീണ്ടും ഇങ്ങനെ, ഇനി എന്ത് ചെയ്യൂടി, ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോടി, എനിക്ക് ആകെ വേറെ തോന്നുവാടി. ഇനിയിപ്പം ചന്ദ്രമതി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും എന്നെ പൊരിച്ചെടുക്കൂടി, എനിക്ക് വയ്യടി. മിക്കവാറും ഇന്നുകൊണ്ട് എന്റെ ഈ കല്യാണ ജീവിതം അവസാനിക്കുന്ന തോന്നുന്നത്. ഇന്ന് തന്നെ മിക്കവാറും തിരിച്ചെന്റെ നാട്ടിലേക്ക് പോകാന്നൊക്കെ ഇങ്ങനെ നമ്മുടെ മീരയോട് സങ്കടം പറയുമ്പോ മീര പറയാണ്, എന്ത് ചെയ്യാനടി, നമ്മുടെ പഠിച്ച പണി 18 നോക്കിയില്ലോ, എന്നിട്ട് ഒന്നും ആവുന്നില്ലല്ലോ, വർക്ക് ആവുന്നില്ലല്ലോ. വേറെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോന്ന് നീ ആലോചിക്കുക. ഇനി എന്ത് പ്ലാൻ അടി ഉള്ളത്? ഇനി എന്റെ കയ്യിൽ ഒരു പ്ലാനും തോന്നിക്കുന്നില്ല. ഇപ്പൊ ഓർക്ക് വല്ല ഡ്യൂപ്ലിക്കേറ്റ് അച്ഛനെ കൊണ്ടുവന്നാ മതിയായിരുന്നെന്ന്. അത് വല്ലോ മതിയായിരുന്നു. വോട്ടർ ദാമുവിനെ വിശ്വസിച്ചിട്ട് ഇപ്പൊ അതും പോയല്ലോ എന്നൊക്കെ പറയുന്നു. അപ്പോഴത്തേക്കും ഭാമയല്ല ചന്ദ്രയാണെങ്കിൽ നമ്മുടെ ശ്രുതിയുടെ അടുത്തേക്ക് വീണ്ടും വരികയാണ് കേട്ടോ. വീണ്ടും വന്ന് നമ്മുടെ ശ്രുതിനെ എടുത്തിട്ട് കൊടയാണ്. എന്താടീ നിന്റെ അച്ഛൻ ഇതുവരെ വരാത്തത്? ഫ്ലൈറ്റിൽ കയറി ടിക്കറ്റ് ബുക്ക് ചെയ്തു, ഇവിടെ ഇറങ്ങുന്നൊക്കെ പറഞ്ഞിട്ട് നിന്റെ അച്ഛൻ എന്തേ ആകാശത്ത് ആവിയായി പറന്നു പോയോ? നിനക്ക് നീ വിചാരിച്ചത് ഈ ചന്ദ്രനെ പറ്റിക്കാന്ന് വിചാരിച്ചോ? നിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ ഇപ്പൊ തുറന്നു പറഞ്ഞോണം. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, പറ്റിക്കുന്നതിനൊരു പരിധിയുണ്ട്. ചന്ദ്രനെ ഇട്ട് വട്ടം കറക്കുന്നു നീ. അല്ല, നീ പറഞ്ഞല്ലോ നിന്റെ അച്ഛൻ അവിടെ കയറിയെന്ന്. സത്യം പറയടി, നിന്റെ അച്ഛൻ എവിടെയാടി? സത്യത്തിൽ നിന്റെ അച്ഛൻ മലേഷ്യയിലുണ്ടോ? നിന്റെ അച്ഛൻ ഏതാടി എന്നൊക്കെ നമ്മുടെ ഭാമയല്ല ചന്ദ്ര ചോദിക്കാതെ. ഇപ്പൊ ഭാമ ചന്ദ്രയോട് പറഞ്ഞു, ചന്ദ്ര നീ മിണ്ടാതിരിക്കുക, വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. ഇതിപ്പം ഒരു ചടങ്ങ് നടക്കുന്ന സ്ഥലമല്ലേ. ചടങ്ങ് നടക്കുന്ന സ്ഥലം, എല്ലാവരുടെയും മുമ്പിൽ ഇവക്ക് എന്നെ നാണം കെടുത്തായിരുന്നല്ലോ. അപ്പൊ ഇവക്ക് സമാധാനമായല്ലോ. എന്നിട്ട് ഇവളോട് അച്ഛൻ എന്തെന്ന് ചോദിച്ചപ്പോ ഇപ്പൊ ഇവക്ക് മറുപടി ഇല്ല. അച്ഛൻ ഫ്ലൈറ്റ് കയറിയെന്ന് പറയുന്നു. അത് പിന്നെ ആന്റി ഞാൻ പറഞ്ഞല്ലോ, അച്ഛൻ കയറിയായിരുന്നു. എന്നിട്ട് നിന്റെ അച്ഛൻ എവിടെ പോയെന്ന് ചോദിച്ചത്, ആവിയായിട്ട് പോയോ എന്ന്. അങ്ങനെ ആയിരിക്കും ചിലപ്പോ നിന്റെ അച്ഛൻ ആവിയായിട്ട് പോയി കാണുമായിരിക്കും. എന്റെ പൊന്നു ശ്രുതി, കുറച്ചു നേരം കൂടി ഞാൻ വെയിറ്റ് ചെയ്യും. താലപ്പൊലി എടുത്ത് നിന്നെ സ്വീകരിക്കേണ്ട ആരാന്നറിയാലോ? എന്റെ വീട്ടിലേക്ക്, ചന്ദ്രോദയത്തിലേക്ക് താലപ്പൊലി എടുത്ത് സ്വീകരിക്കേണ്ട ആള് തന്നെയാ ഞാൻ. ഞാൻ നിന്നെ സ്വീകരിക്കണോ വേണ്ടോ എന്ന് പിന്നെ തീരുമാനിക്കുന്നു പറഞ്ഞ് നമ്മുടെ ചന്ദ്ര അങ്ങ് പോയി കേട്ടോ. ഏതായാലും നമ്മുടെ ശ്രുതി അകപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ ഇതിനിടയിലായിക്കോട്ടെ നമ്മുടെ വർഷയാണെങ്കിൽ മാലയും എല്ലാ സാധനവും ഈ ഹാരമൊക്കെ ഊരി വെക്കാൻ വേണ്ടി റൂമിനകത്തേക്ക് പോവുകയാണ്. റൂമിനകത്തേക്ക് ചെന്ന് ഈ ഹാരമൊക്കെ ഊരി വെച്ചു. അപ്പം ഇനിയിപ്പൊ അത് ഇട്ടുകൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല. കാരണം ഒത്തിരി നേരം ഈ 2 മാല തൂക്കി പിടിച്ചോണ്ട്, 2 മാല ഉണ്ടല്ലോ തൂക്കി പിടിച്ചോണ്ട് നിൽക്കണമല്ലോ. അതുകൊണ്ട് നേരെ റൂമിൽ കൊണ്ട് ഊരിയൊക്കെ വെച്ചു. അപ്പൊ നമ്മുടെ രേവതിയോട് എന്തോ എടുക്കാൻ പോകാൻ പറയാണ്. ഈ എടുക്കാൻ പോകാൻ പറയുമ്പോ അവിടെ ചെല്ലുമ്പം ഈ മാല ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോഴത്തേക്കും പെട്ടെന്ന് ആ മാലയ്ക്കകത്ത് പിരിഞ്ഞ് ഒരു സ്വർണ്ണം ഇരിക്കുന്നു. ആ സ്വർണ്ണമാല നമ്മുടെ വർഷയുടെ താലിച്ചെയിനാണ്. താലിച്ചെയിനോ ഏതോ ഒരു മാലയാണ്. ഈ മാല നമ്മുടെ ഒരു ശ്രദ്ധയില്ലല്ലോ എന്ന് പറഞ്ഞ് ഈ ഒരു പൂമാലയിൽ ഇങ്ങനെ ഊരി കയ്യിലെടുത്ത് പിടിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കും മധുസൂദനം കയറി വന്ന് വരുവാ. അപ്പൊ ചോദിക്കാം, നീ എന്താടി ഇവിടെ, നീ എന്തെടുക്കുവാടി ഇവിടെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അത് പിന്നെ ഞാന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ മാല ഇതില് ചുറ്റിക്കിടക്കായിരുന്നു.
ഓഹോ, നീ മോഷ്ടിക്കാൻ വന്നതല്ലേടി? ആഹാ, കൊള്ളാം കൊള്ളാം, ഏതായാലും കൊള്ളാം. മോഷ്ടിക്കാൻ വന്നിട്ട് ദേ അഭ്യാസം കാണിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. ആകപ്പാടെ അന്തം വിട്ടു പോയിട്ടോ നമ്മുടെ രേവതി. ഏതായാലും ഇനി കുറച്ച് സംഘർഷം തന്നെയാണ് നമ്മുടെ അവിടെ നടക്കാൻ പോകുന്നത്. അതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പം ഈ പറഞ്ഞ വിശേഷം നിർത്താൻ കേട്ടോ. അപ്പം ഇനി അടുത്ത വിശേഷവുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത് കേട്ടോ.